ഗൈസ് ഇപ്പോഴുള്ള 90% ആളുകളും ഡാൻഡ്രഫ് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതായത് ജസ്റ്റ് ഒന്ന് തല ചൊറിയുമ്പോൾ തന്നെ നഖത്തിലും ഷർട്ടിലും ഒക്കെ ആയിട്ട് ഒരു ലോഡ് ഡാൻഡ്രഫാണ് വന്നു വീഴുന്നത്. അതുപോലെ കുറേ പേർക്ക് ഡാൻഡ്രഫ് കാരണം നല്ല രീതിയിൽ ഹെയർ ഫാളും കൂടുന്നുണ്ട്, അതുപോലെ സ്കാൽപ്പ് ഇറിറ്റേഷനും ഉണ്ട്. സോ എനിക്കും നല്ല രീതിയിലുള്ള ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. ഇതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആന്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. അതായത് ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ടെമ്പററി റിസൾട്ട് കിട്ടും എന്നുള്ളതല്ലാതെ പെർമനന്റ് ആയിട്ട് ഡാൻഡ്രഫ് പോയിട്ടില്ലായിരുന്നു. ബട്ട് ഇപ്പൊ ഞാൻ ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്ത് സ്കാൽപ്പ് ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ ഒരു ഞാൻ അതാണ് കാണിച്ചു തരാൻ പോകുന്നത്, എങ്ങനെ ഡാൻഡ്രഫിനെ ട്രീറ്റ് ചെയ്യാം, അതുപോലെ എങ്ങനെ സ്കാൽപ്പ് ക്ലീൻ ആക്കി കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. സോ ഗൈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോസ് ഫുൾ ആയിട്ട് കണ്ടാൽ മതി, നിങ്ങൾക്ക് ഇനി ഡാൻഡ്രഫ് ഉണ്ടാവില്ല. സോ ഫസ്റ്റ് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം ഇതുപോലത്തെ സെൽഫ് ഇംപ്രൂവ്മെന്റ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഫസ്റ്റ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഡാൻഡ്രഫ് ഒരിക്കലും നമ്മുടെ ബോഡിയുടെ പുറമേ വരുന്നതല്ല, പകരം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതായത് നമ്മുടെ കുടലിലെ ഫംഗസ് ഗ്രോത്ത് കൂടുന്ന സമയത്ത് വരുന്ന ഒന്നാണ് ഡാൻഡ്രഫ്. ഇങ്ങനെ വരുന്ന ഡാൻഡ്രഫ് നമ്മുടെ കാലാവസ്ഥയും അതുപോലെ ഹെയർ കെയർ റുട്ടീനും കാരണമായിരിക്കും കൂടിക്കൂടി വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ തല മുട്ടയടിച്ച് ഷേവ് ചെയ്താലും ഡാൻഡ്രഫ് വീണ്ടും വരും. അതുപോലെ തന്നെ നമ്മൾ ഹെയറിൽ കാണിക്കുന്ന കുറച്ച് മിസ്റ്റേക്സ് കാരണം ഡാൻഡ്രഫ് കൂടിക്കൂടി വരും. സോ ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ ഡാൻഡ്രഫിനെ ട്രീറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ്. സോ ഡാൻഡ്രഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ്, വീക്ക്ലി 2 തവണ ഒരു നല്ല ആന്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ആക്കിയിട്ട് തല ക്ലീൻ ആക്കുക. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ 3 ഷാമ്പൂസിൽ ഏതെങ്കിലും ഒരു ഷാമ്പു നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല, ഞാൻ ഒരുപാട് ഷാമ്പു യൂസ് ആക്കി നോക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയ 3 ഷാമ്പുവാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങളെ വീടിൻ്റെ അടുത്ത് മെഡിക്കൽ ഷോപ്പിലുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കുക. എന്നിട്ട് എങ്ങനെയാണ് ഡാൻഡ്രഫ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഷാമ്പു യൂസ് ആക്കാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ് ഫസ്റ്റ് ഷാമ്പു എടുക്കുക, ഷാമ്പു തേച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്കാൽപ്പ് മസാജർ എടുക്കുക, ഇതുപോലെ തേച്ചും കഴിയുക. സോ ഗൈസ് എന്തിനാണ് ഇതുപോലത്തെ ഒരു സ്കാൽപ്പ് മസാജർ യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഡാൻഡ്രഫ് കംപ്ലീറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു എന്താ പറയുക സ്കാൽപ്പ് മസാജർ യൂസ് ചെയ്തിട്ട് തല നല്ലപോലെ തേച്ച് തന്നെ കഴിയണം. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്, ഇനി തല വാഷ് ചെയ്യുക. സോ ഗൈസ് ഇങ്ങനെയാണ് ഷാമ്പു യൂസ് ആക്കേണ്ടത്. ഷാമ്പു യൂസ് ആക്കിയതിന് ശേഷം കണ്ടീഷണർ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഹെയർ ഡ്രൈ ആയി പോകും. സോ ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. സോ ഗൈസ് ഇപ്പോൾ കാണിച്ചു തന്ന പോലെ തന്നെ വീക്ക്ലി 2 തവണ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ആക്കിയിട്ട് തല ക്ലീൻ ആക്കുക. ഇതുവഴി നമ്മുടെ സ്കാൽപ്പിലുള്ള കംപ്ലീറ്റ് ഡാൻഡ്രഫും പോയി കിട്ടുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്, അതായത് ഈ ഒരു ഡാൻഡ്രഫ് പോകുന്നത് പെർമനന്റ് അല്ല, പകരം ടെമ്പററി ആണ്. സോ 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഡാൻഡ്രഫ് വരും. പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അതായത് ഡാൻഡ്രഫ് വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം. അതായത് ഈ ഒരു സാധനം കൂടെ നമ്മൾ യൂസ് ചെയ്യണം. സോ ഇതൊരു ജെല്ലാണ്. ഇതെന്തിനാണ് യൂസ് ആക്കിയെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് കൊണ്ടുണ്ടാകുന്ന ബാക്ടീരിയ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇതും കൂടെ യൂസ് ചെയ്യുമ്പോഴേ നമ്മളുടെ തലയിലെ ഡാൻഡ്രഫ് കംപ്ലീറ്റ് പോകുകയുള്ളൂ. സോ ഇതിൻ്റെ പിക്ചർ ഞാൻ കാണിക്കാം. നിങ്ങളിത് എന്താക്കുക, സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം മെഡിക്കൽ ഷോപ്പിൽ കൊണ്ട് കാണിച്ചിട്ട് മേടിക്കുക. സോ ഇത് കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യണം, എങ്കിലേ ഇത് കറക്റ്റായിട്ട് വർക്ക് ആവുകയുള്ളൂ. സോ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, അത് കറക്റ്റായിട്ട് കാണുക. ഇത് യൂസ് ആക്കേണ്ടത് ഇത് ഞാൻ കാണിച്ചു തരാം. ഒരു ജെൽ ബേസ് ആണ്. ഇതുപോലെ ഒരു വാട്ടർ ബേസ് ആണിത്. ഇതുപോലെ കുറച്ചെടുക്കുക, എന്നിട്ട് ഇതുപോലെ ഓരോ സ്ഥലത്തായിട്ട് പുരട്ടി കൊടുക്കുക. സോ ഇത്രയുള്ള ഗൈസ്, ഇങ്ങനെയാണ് ഇത് യൂസ് ആക്കേണ്ടത്. സോ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തന്ന പോലെ തന്നെ ഈ ഒരു ജെല്ല് നിങ്ങൾ യൂസ് ആക്കുക. ഇത് യൂസ് ആക്കേണ്ടത് വിധം ഞാൻ പറഞ്ഞു തന്നു, പക്ഷേ ഇത് എപ്പോഴാണ് യൂസ് ആക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. സോ ആഴ്ചയിൽ 2 തവണയാണ് ഇത് യൂസ് ആക്കേണ്ടത്. ഇത് എപ്പോഴാണ് യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഷാമ്പു യൂസ് ചെയ്തതിന് ശേഷം അന്ന് രാത്രി യൂസ് ആക്കുക. അതായത് ഷാമ്പു യൂസ് ചെയ്യുന്ന ദിവസത്തിന്റെ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് യൂസ് ആക്കുക. അപ്പോൾ ഷാമ്പും 2 തവണ, ഈ ഒരു ജെല്ല് 2 തവണ, ഒരേ ദിവസം തന്നെ സെയിം ഡേയിൽ നിങ്ങൾ ആഴ്ചയിൽ 2 തവണ യൂസ് ആക്കുക. സോ ഗൈസ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറഞ്ഞുതരാം. ഇത് യൂസ് ആക്കിയതിന് ശേഷം രാവിലെ തന്നെ വാഷ് ചെയ്ത് കളയണം. അതായത് നമ്മൾ രാത്രി യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റോടെ തന്നെ ഇത് വാഷ് ചെയ്ത് കളയണം. കാരണം ഇത് ഒരുപാട് നേരം തലയിൽ തേച്ച് വെച്ചിരുന്നുകൂടാ. സോ രാത്രി യൂസ് ആക്കിയതിന് ശേഷം രാവിലെ വാഷ് ചെയ്ത് കളയുക. സോ ഗൈസ് ഇപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് ഡാൻഡ്രഫ് കംപ്ലീറ്റ്ലി പോകാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. സോ എനിക്കിത് വർക്കായിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്കും ഇത് വർക്കാവും.
സോ ഞാൻ പറഞ്ഞതുപോലെ, അതായത് ചെയ്ത് കാണിച്ചതുപോലെ തന്നെ ചെയ്യുക. സോ അതുപോലെ തന്നെ ഒന്ന് മിസ്റ്റേക്ക് ആയിട്ടൊന്നും ചെയ്യരുത്, കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. സോ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഡാൻഡ്രഫ് പുറമേ വരുന്നതല്ല, നമ്മളുടെ അകമേ വരുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ കെയർ ചെയ്ത് പോകുമ്പോൾ ഡാൻഡ്രഫിന് നമുക്ക് ട്രീറ്റ് ചെയ്ത് നിർത്താൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതായത് നിങ്ങൾക്ക് നല്ലതുപോലെ ഡാൻഡ്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഹെയർ ഓയിൽ ഒരുപാട് യൂസ് ആക്കരുത്. ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഡാൻഡ്രഫ് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നിങ്ങൾക്ക് നല്ല ഹെയർ ഫാൾ ഉണ്ട്, അതുപോലെ തന്നെ ഡാൻഡ്രഫ് കൂടി വരുന്നുണ്ടെങ്കിൽ ഹെയർ ഓയിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനി അതല്ല ഹെയർ ഫാൾ ഒന്നും ഇല്ല, ഡാൻഡ്രഫ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ അടുത്തൊരു മെൻസ് വ്ലോഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.